വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് ഞാൻ പ്രതീക്ഷിക്കുന്നു. കണ്ണ് കാണാൻ പറ്റാത്ത വെയിലാണ്, നമ്മുടെ കണ്ണാടി എടുത്ത് വെച്ചു. പട്ടിഷമാണ് നിങ്ങളാരും വിചാരിച്ചാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് പോളണ്ടിലേക്ക് വരുമ്പോൾ എന്തൊക്കെ നിങ്ങൾ കയ്യിൽ കരുതണം, എന്തൊക്കെ കൊണ്ടുവരണം, അങ്ങനത്തെ കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പണ്ടത്തെ പോലെയല്ല, ഓൾമോസ്റ്റ് എല്ലാ രാജ്യങ്ങളിലും ഇന്ത്യൻ സ്റ്റോറുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ തെറ്റില്ലാത്ത രീതിയിൽ എല്ലാ സാധനങ്ങളും നിങ്ങൾ വിദേശത്ത് പോയാലും എവിടെ പോയാലും മേടിക്കാൻ പറ്റും. ചിലപ്പോൾ നിങ്ങളുള്ള സിറ്റിയിൽ കാണില്ല, പക്ഷെ നിങ്ങൾ തൊട്ടടുത്തുള്ള സിറ്റിയിൽ കാണും, അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള രാജ്യത്ത് കാണും. രാജ്യം എന്ന് പറയാനുള്ള കാര്യം യൂറോപ്യൻ രാജ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, യൂറോപ്യൻ യൂണിയനിലുള്ള രാജ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ പറയുന്ന രാജ്യങ്ങളിലൊക്കെ വിസ ഇല്ലാണ്ട് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. അവിടെ അടുത്തുള്ള രാജ്യത്ത് പോയി മേടിക്കാം. ഇനിയിപ്പോൾ എനിക്ക് പരിചയമുള്ള ജർമ്മനി നിർത്തിലൂടെ നെരിച്ചാക്ക് മേടിച്ചുകൊണ്ട് വരുന്നവരുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നാട്ടിൽ നിന്ന് എന്തെടുക്കാൻ മറന്നാലും ടെൻഷനൊന്നും അടിക്കേണ്ട. പക്ഷെ മറക്കാൻ പാടില്ലാത്തതായ കുറച്ച് സാധനങ്ങളുണ്ട്. അതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോണേ. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാധനങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ഡോക്യുമെൻറ്റ്സ് ആണ്. ഇവിടെ എവിടെയൊക്കെ വെക്കണം, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ ആവശ്യമുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് തന്നെ വേണം. ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് ഇൻ ദ സെൻസ് 10ാം ക്ലാസ് +2 നിങ്ങൾ വരുമ്പോൾ തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ അഡ്വാൻറ്റേജ് ഉണ്ട്. ആദ്യത്തെ കുറച്ച് മാസങ്ങളിലേക്ക് ഇപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് അങ്ങനത്തെ കുറച്ച് ഡോക്യുമെൻറ്റ്സ് ഉണ്ടല്ലോ. പിന്നെ ഇപ്പോൾ നമ്മുടെ പാൻ കാർഡ് ഒക്കെ എടുത്ത് കയ്യിലേക്ക് പിടിച്ചോ. എപ്പോഴാവശ്യം വരാമെന്ന് പറയാൻ പറ്റില്ല. അങ്ങനത്തെ ഒറിജിനൽ കയ്യിൽ വയ്ക്കുക. കാരണം പിന്നെ അത് എടുക്കാൻ വേണ്ടി നാട്ടിൽ പോയി വരലോ അത് നാട്ടിൽ നിന്ന് അയക്കലോ നല്ല ചിലവ് പിടിച്ച പരിപാടിയാണ്. അതിന് വേറെ നിങ്ങൾ വരുമ്പോൾ കയ്യിലെടുക്കുന്നതാണ്. പിന്നെ നിങ്ങൾ കുറച്ച് പാസ്പോർട്ട് സൈസ് ഫോട്ടോയൊക്കെ എടുത്തോ, അതൊക്കെ എവിടെയും ചെയ്യാൻ പറ്റും. പക്ഷേ റേറ്റ് അതിനനുസരിച്ച് മാറും. അങ്ങനത്തെ സാധനങ്ങളൊക്കെ പരമാവധി നാട്ടിൽ നിന്ന് എടുക്കാൻ നോക്കുക, ഡോക്യുമെൻറ്റ്സ്. പിന്നെ രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സാധനം മരുന്നുകൾ, ഇപ്പോൾ ഇൻഹേലേഴ്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇൻഹേലേഴ്സ് പോലെയുള്ള മെഡിസിൻസ് കാര്യങ്ങളൊക്കെ പരമാവധി നാട്ടിൽ നിന്ന് തന്നെ എടുക്കുക. കാരണം അതൊക്കെ ഇവിടെ വന്ന് ഒപ്പിക്കൽ എന്ന് പറയുന്നത് നല്ല ടാസ്ക് പിടിച്ച പരിപാടി. പിന്നെ ഞാൻ മുന്നും കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട് ഇവിടുത്തെ മരുന്നിൻ്റെ പരിപാടി. ഡോക്ടേഴ്സ് പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഒരു മരുന്ന് മേടിക്കൽ നല്ല ടാസ്ക് പിടിച്ച പരിപാടിയാണ്. പിന്നെ ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ ഉണ്ടാക്കണമെങ്കിലും നല്ല ചിലവുള്ള പരിപാടിയാണ്. അപ്പോൾ പരമാവധി നാട്ടിൽ നിന്ന്, ഇപ്പോൾ ഞാൻ കഴിഞ്ഞ 2 വർഷമായി നാട്ടിൽ നിന്ന് വന്നിട്ട് ആകെ ഒരു തവണ ഈ പ്രിസ്ക്രിപ്ഷൻ മരുന്നിന് വേണ്ടി മനുഷ്യൻ വട്ടപ്പരാന്ന് പിടിച്ചോളൂ. അതല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. നാട്ടിൽ നിന്നൊന്നും മരുന്ന് വെച്ചാൽ ഞാൻ ഓടിയ ഒരു ലേഹ്യത്തിൻ്റെ വീഡിയോ കിട്ടിയിട്ടില്ല. അതൊക്കെ കൂട്ടിയാണ് ഞാനൊരു കുട്ടിയെ അങ്ങോട്ട് പിടിച്ചേ. അപ്പോൾ അതാണ് എൻ്റെ മരുന്നിൻ്റെ കേസ്. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ നിങ്ങളും മരുന്ന് നാട്ടിൽ നിന്ന് പരമാവധി കൊണ്ടുവരാൻ നോക്കുക. ഇപ്പോൾ ഡ്രൈ കഫിനുള്ളതായാലും ശരി, വെറ്റ് കഫിനുള്ളതായാലും ശരി, പനിക്കുള്ളതായാലും ശരി, ചുമയ്ക്കുള്ളതായാലും ശരി, നിങ്ങൾ നാട്ടിൽ നിന്ന് കൊണ്ടുവരാൻ നോക്കുക. അതാണ് ഏറ്റവും നല്ലത്. നല്ല റേറ്റ് കുറവിന് കിട്ടും. നാട്ടിൽ നിന്ന് റേറ്റ് കുറവിന് എന്തായാലും കിട്ടും. ഇവിടെ ഒരു യൂറോപ്യൻ സ്റ്റാൻഡേർഡ്സ്, യൂറോപ്യൻ റേറ്റ്സ് കാര്യങ്ങളിലേക്ക് വരും. അപ്പോൾ അത് നോക്കുക. പരമാവധി റേറ്റ് കുറവ് നാട്ടിലായതുകൊണ്ട് നാട്ടിൽ നിന്ന് മരുന്നെടുക്കാൻ നോക്കാം. ഈ ചുമ മരുന്നെടുത്തില്ലെങ്കിലും ഇവിടെ നിന്ന് മേടിക്കാൻ പറ്റും കേട്ടോ. പക്ഷേ ഈ ഇൻഹേലേഴ്സ് അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ സ്പെക്സ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ ആ സാധനങ്ങളൊക്കെ നാട്ടിൽ നിന്ന് എടുക്കുക. സ്പെക്സ് എന്തായാലും 1 or 2 എക്സ്ട്രാ എടുക്കാൻ നോക്കുക. കാരണം ഞാനിവിടെ കണ്ണാടി മേടിക്കാൻ നോക്കിയിട്ട് ഈ സാധനമല്ല ഒറിജിനൽ, ഇപ്പോൾ അവിടെ പവറുള്ള കണ്ണാടി മേടിക്കാൻ നോക്കിയപ്പോൾ ഏറ്റവും കുറഞ്ഞത് 500-600 സ്ലോട്ടി വേണം ഒരു കണ്ണാടി സെറ്റ് ചെയ്തെടുക്കാനായിട്ട്. അതിൽ മേലെ നാട്ടിൽ നിന്ന് നല്ല സാധനം നമുക്കിട്ട് റേറ്റ് കുറഞ്ഞ് നമ്മുടെ നാട്ടിൽ നിന്ന് മേടിക്കാൻ പറ്റും. അപ്പോൾ അത് നാട്ടിൽ നിന്ന് എടുക്കുക. അതേപോലെ തന്നെ നാട്ടിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ ഇൻഹേലേഴ്സ് നമ്മുടെ നാട്ടിൽ മേടിക്കാൻ പറ്റും. ഇപ്പോൾ ആ പിടിക്കാനൊക്കെ ആയിട്ട് ഇൻഹേലർ എന്നല്ലല്ലോ അതിന് പറയുക, ഇവാപ്രേറ്റർ. ഓക്കെ, ഇവാപ്രേറ്റർ ആണെന്ന് തോന്നുന്നു. കൃത്യമായി വാക്ക് വരാത്തത് കൊണ്ട് ഇവാപ്രേറ്റർ എന്ന് നമുക്ക് ഊഹിക്കാം. അത് പിടിക്കുന്ന ഒരു സാധനം, അത് മേടിക്കും. ഇപ്പോൾ ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ ഉണ്ട്. അത് മേടിക്കാൻ നോക്കാം. അത് വളരെ വളരെ ഉപകാരപ്പെടുന്നൊരു സാധനമാണ്. ഇത്തരം സാധനങ്ങളൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നാട്ടിൽ നിന്ന് കൊണ്ടുവരേണ്ട സാധനങ്ങളായിട്ട് ഞാൻ പറയുള്ളൂ. പിന്നെ എന്തെങ്കിലും പറയാനാണെങ്കിൽ നമുക്ക് ഒരു അഡാപ്റ്റർ എടുക്കാം. ഇൻ്റർനാഷണൽ അഡാപ്റ്റർ ആമസോണിലുണ്ട്. ഒരു 300 രൂപയ്ക്ക് താഴെ വരുള്ളൂ. അത് നിർബന്ധമായും മേടിച്ചേക്കാം. കാരണം നിങ്ങൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ എന്തായാലും നമ്മുടെ നാട്ടിലെ 3 പിൻ സാധനങ്ങൾ കൊണ്ടുവരാം. അതിവിടെ കൊണ്ടുവന്നിട്ട് പ്രത്യേകിച്ച് എവിടെയും കുത്താനില്ല. ഇവിടുത്തെ 2 മറ്റേ യൂറോപ്യൻ സ്റ്റൈലിലുള്ള പ്ലഗ് പോയിൻ്റാണ്. അപ്പോൾ പരമാവധി ഒരു അഡാപ്റ്റർ കയ്യിലുണ്ടെങ്കിൽ ഇനീഷ്യൽ ഡേയ്സിന് ഉപകാരപ്പെടും. കാരണം പിന്നീട് നിങ്ങൾ എന്തായാലും അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഓക്കെ. പക്ഷേ ഇനീഷ്യൽ ഡേയ്സിലെ സ്ട്രഗിളാണല്ലോ നമ്മളെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുക. പിന്നത്തെ കാര്യങ്ങൾ എങ്ങനെയാവും എന്നുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഇനീഷ്യൽ ഡേയ്സിന് വേണ്ടി ഒരു അഡാപ്റ്റർ കരുതുന്നത് വളരെ നല്ലതായിരിക്കും. അത് 2 രീതിയിൽ ഉപകരിക്കും. പിന്നീട് നിങ്ങൾ ട്രാവൽ ചെയ്യുമ്പോൾ ഇപ്പോൾ ദുബായിലായാലും ശരി, അല്ലെങ്കിൽ ഇപ്പോൾ ഏത് അറബ് കൺട്രീസിലായാലും ശരി. പ്രാവ എൻ്റെ കർത്താവ്, നിങ്ങൾ കണ്ടത് ജസ്റ്റ് മിസ്സിനാണ് പ്രാവിൻ്റെ മേത്ത് കാര്യം സാധിക്കാൻ. താങ്ക്സ് ഗൈസ്. അപ്പോൾ ആ കാര്യം നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക. അതായത് ഒരു അഡാപ്റ്റർ ഉണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഏത് രാജ്യത്ത് ട്രാവൽ ചെയ്താലും അവിടത്തേക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇൻ്റർനാഷണൽ അഡാപ്റ്ററാണ് മേടിക്കേണ്ടത്. അപ്പോൾ അത് ഏത് രാജ്യത്തുണ്ടായാലും കുത്താൻ പറ്റും, കുത്തി ഉപയോഗിക്കാൻ പറ്റും. അത് കഴിഞ്ഞ് ഇവിടുത്തെ കഴിഞ്ഞ് എങ്ങനെ വേണമെങ്കിലും മാറാം. ഒരു പേടി പോലും ഇല്ല. എൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഡാൻസ് കളിക്കുക. അവൻ ഇവളെ വളയ്ക്കുന്നു. എന്താ അല്ലേ, വളച്ചോ ഷൂ. ഇനിയുള്ള സാധനങ്ങൾ ഓപ്ഷണലാണ്. നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുവരണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ
മാത്രം കൊണ്ടുവന്നാൽ മതി. ഇപ്പോൾ ഈ പറഞ്ഞ സാധനങ്ങളുണ്ടല്ലോ, ഒന്ന് ഡോക്യുമെൻറ്റ്സും മെഡിസിൻസ്, പിന്നെ സ്പെക്സ് ഉണ്ടെങ്കിൽ അത്, പിന്നെ ഒരു ഇവാപ്പറേറ്റർ, അങ്ങനത്തെ സാധനങ്ങളും, പിന്നെ അതേപോലെ ഒരു ഇൻ്റർനാഷണൽ അഡാപ്റ്റർ. ഇത്തരം സാധനങ്ങളാണ് പ്രധാനമായും ഇവിടെ കിട്ടാനൊരു സ്ട്രഗിൾ ഉള്ളത്. ബാക്കി സാധനങ്ങളൊക്കെ ഇവിടെ ഒപ്പിക്കാവുന്ന സാധനങ്ങളേ ഉള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത് ഇനിയുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് സൗകര്യം കൊണ്ടുവന്നാൽ മതി. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ആ ഒരു ലിസ്റ്റിൽ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന സാധനം എന്ന് പറയുന്നത് പ്രഷർ കുക്കറാണ്. കാരണം പ്രഷർ കുക്കർ നിങ്ങൾക്ക് ഇവിടെ എല്ലായിടത്തും കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടില്ല. ഇപ്പോൾ ഞാൻ ഈ ഇപ്പോൾ ഉള്ള സിറ്റിയിൽ ആദ്യം വന്ന സമയത്ത് ഒരു പ്രഷർ കുക്കർ, നമ്മുടെ ഒരു കുക്കർ കിട്ടാനായിട്ട് തെക്ക് വടക്ക് ഏത് ദിശയിൽ നടന്നാലും കിട്ടില്ലായിരുന്നു. പിന്നെ നമ്മളെ പോലെ കുറേ ഇന്ത്യൻസോടെ കടകളിൽ ഇന്ത്യൻ സ്റ്റോറിൽ കയറി ഇറങ്ങി ഇപ്പോൾ അതിവിടെ അവൈലബിൾ ആണ്. അതുകൊണ്ടാണ് ഞാൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രഷർ കുക്കർ എന്ന് ആദ്യം പറയാം. കാരണം കഴിഞ്ഞ വർഷമൊക്കെ ഞാൻ പ്രഷർ കുക്കർ കൊണ്ടുവരണമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ പറയാത്തത് ഇവിടെ ഇപ്പോൾ അവൈലബിൾ ആണ് പല സ്റ്റേറ്റിലുള്ള പല ഇന്ത്യൻ സ്റ്റോറുകളിലും. പക്ഷേ നിങ്ങളുള്ള സ്റ്റേറ്റിൽ ഇന്ത്യൻ സ്റ്റോർ ഇല്ലെങ്കിൽ കൊണ്ടുവരുന്നത് വളരെ നല്ലതായിരിക്കും. ഒരു പ്രഷർ കുക്കർ ഒരു 3 ലിറ്ററിൻ്റെ, അതിൽ താഴേക്ക് കൊണ്ടുവരേണ്ട ഒരു 3 ലിറ്ററിൻ്റെ. ഇപ്പം ഞാൻ ഉപയോഗിക്കുന്നത് എൻ്റെ 3 പ്രഷർ കുക്കറുണ്ട്, 3 ലിറ്ററിൻ്റെ. ഒരെണ്ണത്തിൽ ചോറുണ്ടാക്കാൻ തന്നെ കഴിഞ്ഞ 2 കൊല്ലമായിട്ട് ഞാൻ ആ കുക്കറിൻ്റെ ചോറുണ്ടാക്കണം. പിന്നെ ഒരെണ്ണത്തിൽ സ്ഥിരമായി സാമ്പാർ ഉണ്ടാക്കാൻ, ബാക്കി ഒരെണ്ണത്തിൽ ബാക്കി ഏതെങ്കിലും കറി ഉണ്ടെങ്കിൽ മിക്സ് ചെയ്തുണ്ടാക്കാൻ. അത് എൻ്റെ ഒരു മൂപ്പിനാണ് ഞാൻ അങ്ങനെ ഉണ്ടാക്കണത്. പിന്നെ മേടിച്ച് വെച്ചപ്പോൾ അങ്ങോട്ട് മേടിച്ച് സെറ്റാക്കി വെച്ചു എന്ന് മാത്രം. പിന്നെ 3 ഉപയോഗിക്കുന്നത് ഇത് എടുത്ത് വെച്ചിട്ട് വലിയ കാര്യമില്ല എന്നുള്ളത് കൊണ്ട് ഞാനത് 3 കൂടി ഉപയോഗിക്കണം. അപ്പോൾ പ്രഷർ കുക്കർ പരമാവധി നിങ്ങൾക്ക് പറ്റുമെങ്കിൽ കൊണ്ടുവരാം. നിങ്ങളുടെ സിറ്റിയിൽ ഇന്ത്യൻ സ്റ്റോർ ഉണ്ടെങ്കിൽ മിക്കത് അവിടെ കാണും, അല്ലെങ്കിൽ നിങ്ങൾ കൊണ്ടുവരാം, അതായിരിക്കും നല്ലത്. പിന്നെ ഏതെങ്കിലും കൂടെ വല്ല യൂട്ടൻസിൽസിൽ കൊണ്ടുവരണം നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അതും കൊടുക്കുക ഇനീഷ്യൽ ഡേയ്സിന് വേണ്ടി. കാരണം ഇനീഷ്യൽ ഡേയ്സിൽ സ്ട്രഗിൾ ഒരു ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അതിപ്പോൾ ഏത് രാജ്യത്തേക്കായാലും, ഇപ്പോൾ നമ്മൾ കേരളത്തിൽ നിന്ന് വേറൊരു സ്റ്റേറ്റിലേക്ക് പോയി നിന്നാലും ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടല്ലോ. അതേപോലെ തന്നെ ഇനീഷ്യലി വരുമ്പോൾ ബുദ്ധിമുട്ടൊന്ന് ഓവർകം ചെയ്യണം എന്നുണ്ടെങ്കിൽ കയ്യിൽ സാധനങ്ങൾ നിങ്ങൾക്കിപ്പോൾ താൽക്കാലികമായി ഓടാനുള്ള എല്ലാ സാധനങ്ങളും കയ്യിലുണ്ടെങ്കിൽ വളരെ വളരെ നല്ലതായിരിക്കും. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് മസാലാസ് ഇൻക്ലൂഡ് ചെയ്യാം. ഇപ്പോൾ മുളക് പൊടി, മല്ലിപ്പൊടി കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ഒരു വർഷത്തേക്ക് മൊത്തം കൂട്ടുമ്പോൾ നിങ്ങൾക്ക് ഒരാളുടെ കണക്ക് പ്രകാരം എടുക്കുകയാണെങ്കിൽ, ഒരു തെറ്റില്ലാതെ എരിവ് ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ ഒരു 1.5 കിലോ കുരുമുളക് പൊടിയാണ് നല്ലത്. 1.5 കിലോ കുരുമുളക് പൊടി, ഒരു 3/4 കിലോ മുളക് പൊടി, ഒരു 2 കിലോ മല്ലിപ്പൊടി, ഒരു 1 കിലോ ഗരം മസാല, ഒരു 3/4 കിലോ മഞ്ഞൾ പൊടി, ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തെറ്റില്ലാത്ത രീതിയിൽ ഒരു വർഷത്തേക്കുള്ള മസാലാസ് ആവും. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ കൂട്ടത്തിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഗ്രാമ്പു കൊടുക്കുക. കാരണം ഗ്രാമ്പു, ഏലക്ക, അങ്ങനത്തെ സാധനം, കാർഡമൻ, ഇതൊക്കെ ഇംഗ്ലീഷ് അങ്ങനത്തെ സാധനങ്ങളുണ്ടല്ലോ, അതൊക്കെ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം അതിനൊക്കെ വളരെ വളരെ വില കൂടുതലാണ്. പിന്നെ ഇത്തരം സാധനങ്ങളാണ് മസാലാസിൻ്റെ കാര്യത്തിൽ. നിങ്ങൾക്ക് എന്തൊക്കെ എടുക്കണം തോന്നുന്നു അതൊക്കെ എടുക്കുക. നിങ്ങളുടെ വെയിറ്റ് അനുസരിച്ച് പ്രോപ്പറായിട്ട് ഒന്ന് ഓർഗനൈസ് ചെയ്തിട്ട് സാധനങ്ങൾ മേടിക്കാൻ നോക്കുക. പിന്നെ അത് കൂടാതെ നിങ്ങൾക്ക് തന്നെ ക്രീസായിട്ട് കൊണ്ടു നടക്കുന്ന കുറച്ച് സാധനങ്ങളുണ്ടല്ലോ, കുറച്ച് സാധനങ്ങളോട് ഒരു ചെറിയ തരം പ്രാന്തമുണ്ടാവില്ല, അതൊക്കെ നിങ്ങൾ എടുക്കുക. അതൊക്കെ നിങ്ങളുടെ സൗകര്യം പോലെ, നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക. പിന്നെ അതല്ലാതെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനായിട്ട് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. കറൻ്റ്ലി ഓൾമോസ്റ്റ് എല്ലാം അവൈലബിൾ ആണ് ഇപ്പോൾ ഞാനുള്ള സിറ്റിയിൽ. ബാക്കിയുള്ള സിറ്റീസിലെ കാര്യം അത്രമേൽ എനിക്കറിയില്ലെങ്കിലും ഇപ്പോൾ എൻ്റെ സിറ്റിയിലുള്ളത് കൊണ്ട് നിങ്ങൾ വരുന്ന സിറ്റിയിൽ നിന്നും ഒന്ന് ട്രെയിൻ കയറി വന്നു കഴിഞ്ഞാൽ ഉടനെയും മേടിച്ചിട്ട് പോകുന്നതേ ഉള്ളൂ. പിന്നെ എനിക്കായാലും ഇപ്പോൾ വലിയ കാര്യമായിട്ടും അങ്ങനെ നാട്ടിൽ നിന്ന് ഇപ്പോൾ എന്തെങ്കിലും കൊണ്ടുവരണം എന്ന് ചോദിച്ചാൽ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇപ്പോൾ ഞാൻ നാട്ടിൽ പോയിട്ട് എടുക്കുകയാണെങ്കിൽ ഒരു ലോഡ് ഡ്രസ്സ് ഇറക്കും. കാരണം ഇവിടെ ഡ്രസ്സിന് ഓഫർ ഉണ്ടെങ്കിലും എനിക്കിഷ്ടപ്പെട്ട കളക്ഷൻസ് വരുന്നത് വളരെ കുറവാണ്. അപ്പം അങ്ങനെയാണ് എൻ്റെ ഒരു ഇത്. പിന്നെ നിങ്ങളായാലും നാട്ടിൽ നിന്ന് വരുമ്പോൾ ഇനീഷ്യൽ ഡേയ്സിന് വേണ്ട എല്ലാ സാധനങ്ങളും കരുതുക, അതായിരിക്കും ഏറ്റവും നല്ലത്. ഇനീഷ്യൽ ഡേയ്സിന് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധ്യതയുള്ള എല്ലാ സാധനങ്ങളും കരുതുക. കാരണം അതാണ് ഏറ്റവും നല്ലത്. കാരണം ഇനീഷ്യലി നിങ്ങൾ അധികം നന്നായിട്ടൊന്ന് തപ്പി പിടിക്കാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾ മട്ടിക്കും. ആദ്യത്തെ മട്ടിപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ആ ഒരു ഇൻട്രസ്റ്റ് അങ്ങോട്ട് കുറയും. അപ്പോൾ ഇനീഷ്യൽ ഡേയ്സിൽ നിങ്ങൾക്ക് സർവൈവ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ നാട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവരാൻ നോക്കാം. അത്രയ്ക്കുള്ള കാര്യങ്ങളായിട്ട് പറയാനായിട്ട് നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന സാധനങ്ങൾ. കുറേ ആൾക്കാർ ചോദിച്ചു ഒരു പാക്കിംഗ് വീഡിയോ എന്തൊക്കെ കൊണ്ടുവരണം കാര്യങ്ങളൊക്കെ പറയാനായിട്ട്. ഇതാണ് പ്രത്യേകിച്ച് കാര്യമായിട്ട് കൊണ്ടുവരാനുള്ള സാധനങ്ങൾ. പിന്നെ മരുന്ന് കൊണ്ടുവരുമ്പോൾ പറ്റുമെങ്കിൽ ഇച്ചിരി ഹെവി ഡോസ് വല്ല മരുന്ന് കാര്യങ്ങളുണ്ടെങ്കിൽ ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ വയ്ക്കാൻ നോക്കാം. പിന്നെ നിങ്ങൾക്ക് ഏത് ഫ്ലൈറ്റ് ആയാലും വെയിറ്റ് വരാൻ പോകുന്നതൊരു 7 കിലോ ഹാൻഡ് ലഗേജ് വരും. പിന്നെ ലാപ്ടോപ്പ് ബാഗ് ഉണ്ടോ നിങ്ങളുടെ എയർലൈൻസായിട്ട് കൺഫേം ചെയ്തൊരു മെയിൽ അയച്ചാൽ അല്ലെങ്കിൽ അവരുടെ ടോൾ ഫ്രീ നമ്പർ വിളിച്ച് ട്രൈ ചെയ്യുക, ചോദിക്കുക, അല്ലെങ്കിൽ മെയിൽ അയച്ച് ചോദിക്കുക. അതേപോലെ മെയിൻ ലഗേജ് വരാൻ പോകുന്നത് 20, 30, 40 ആയിരിക്കും. അപ്പോൾ അതും കൂടി നോക്കുക. അതിനനുസരിച്ച് ഓർഗനൈസ് ചെയ്യുക, സെറ്റ് ചെയ്യുക. എവിടെയെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ പറയുന്ന ഫ്ലൈറ്റ് കമ്പനിയിലേക്ക് മെയിൽ അയക്കുക, അല്ലെങ്കിൽ വിളിക്കുക, ചോദിക്കുക. അത്ര ഉള്ള പരിപാടി, ഈസിയാണ്. പിന്നെ ടെൻഷനൊന്നും അടിക്കേണ്ട. കയറി വരുമ്പോൾ അങ്ങോട്ട് വരാം, ഉള്ളത് വെച്ച് ഓണം പോലെ എന്ന രീതിയിൽ അങ്ങോട്ട് ഓടിക്കാം. നമ്മൾ മലയാളികൾ ആണല്ലോ, നമുക്ക് ഉള്ളത് വെച്ച് ഓണം പോലെ സുഖമായിട്ട് ഓടിക്കാൻ പറ്റും. പുഷ്പയല്ലല്ലോ, പുഷ്പമായിട്ട് കാര്യങ്ങളൊക്കെ നടക്കട്ടെ. എല്ലാവരും വരും, നമുക്ക് തകർക്കാം. ഞാനിവിടെ കാണും അടുത്തൊരു 3-4 കൊല്ലം കൂടി. അപ്പം അത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ തണ്ടാൻ പോവുകയാണ്. പറ്റിയാൽ ഇന്ന് ഞാൻ സെൻട്രൽ വീഡിയോസ് എടുക്കാം. പലരും ചോദിച്ചു ഇവിടുത്തെ സെൻറ്റർ ഒന്നുമില്ല, എൻ്റെ മുഖം മാത്രമേ ഉള്ളൂ എന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ സമയമില്ല. ഇന്നിപ്പോൾ ഞാൻ ഓഫ് എടുത്തേക്കാണ്, കുറേ പരിപാടികളുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ നല്ല പ്രത്യേകിച്ച് കാര്യങ്ങളായിട്ടൊന്നും പറയാത്തൊരു ചെറിയൊരു പാക്കിംഗ് വീഡിയോ നമുക്കിവിടെ അവസാനിപ്പിക്കാം. ആർക്കെങ്കിലും എന്തെങ്കിലും എന്നോട് ചോദിക്കാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വീഡിയോ ഞാൻ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കും. ഫോളോ ചെയ്തിട്ട് അയച്ചാൽ ഞാൻ എന്തായാലും നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും, അല്ലെങ്കിൽ ഞാൻ റിപ്ലൈ തരില്ല. അപ്പോൾ ശരി, ബൈ. വെയിലോട്ടോ, മുട്ടം വെയിൽ. അപ്പോൾ ശരി, ബൈ.